ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേരാണ് നമ്മളൊന്ന്. 5ാമത്തെ യൂണിറ്റിലെ കുട്ടമ്മാനും കൊട്ടാരവും എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ചിത്രത്തിൽ 2 ആളുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തേത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. രണ്ടാമത്തേതോ BR അംബേദ്കർ ആണ് അല്ലേ. ഇവിടെ BR അംബേദ്കർ പറഞ്ഞ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്. ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ്. അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ രാജഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. രാജഭരണം എങ്ങനെയാണ്? രാജാവ് അല്ലേ, ഒരാൾ ഭരിക്കും, മറ്റുള്ളവരൊക്കെ അടിമകളായിട്ട് നിൽക്കാം. നമ്മളെ എങ്ങനെയൊക്കെ പണിയെടുപ്പിച്ചാലും അതിന് ചോദിക്കാനോ പറയാനോ ഉള്ള ഒരു അവകാശവും നമുക്കുണ്ടായിരുന്നില്ല. ഭരിക്കുന്നവർക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു ഭരണമായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ജനാധിപത്യമാണ് അല്ലേ. അതായത് ജനങ്ങൾക്കാണ് പരമമായ അധികാരമുള്ളത്. ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഭരിക്കുന്നത്. അതായത് MLA, MP, മന്ത്രി അങ്ങനെയുണ്ടല്ലോ. അങ്ങനെ അവർ ഭരണം നടത്തുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. കുട്ടമ്മാനും കൊട്ടാരവും. കുട്ടമ്മാൻ എങ്ങോട്ടാ? കൊട്ടാരം കാണാൻ. അയ്യോ എൻ്റെ കുട്ടമ്മാനെ, കണ്ണടയില്ലാണ്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്തു കാണാനാ? കുട്ടമ്മാൻ ഉടനെ മടങ്ങിച്ചെന്ന് കാലില്ലാത്ത കണ്ണടയെടുത്ത് മൂക്കത്ത് വെച്ച് വീണ്ടും പുറപ്പെട്ടു. കുട്ടമ്മാൻ എങ്ങട്ടാ? കൊട്ടാരം കാണാൻ. അയ്യോ എൻ്റെ കുട്ടമ്മാനെ, കൊടയില്ലാണ്ട് കൊട്ടാരം നടന്നു കാണാനാവില്ല. കുട്ടമ്മാൻ ഉടനെ മടങ്ങിച്ചെന്ന് കാല് വളഞ്ഞ കുടയെടുത്തു നിവർത്തി പിടിച്ച് വീണ്ടും പുറപ്പെട്ടു. കുട്ടമ്മാൻ എങ്ങട്ടാ? കൊട്ടാരം കാണാൻ. അയ്യോ എൻ്റെ കുട്ടമ്മാനെ, കണ്ണട വെച്ച് കൊട പിടിച്ച് ചെന്നാ കൊട്ടാരത്തിൽ കയറ്റുമോ? എന്താ കയറ്റാണ്ട്? ഇത് പണ്ടത്തെ കൊട്ടാരല്ല, പണ്ടത്തെ കുട്ടമ്മാനല്ല. എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ ഞാൻ പോണത്. മനസ്സിലായോ? ഇതെഴുതിയിരിക്കുന്നത് ആരാണ്? കുഞ്ഞുണ്ണി മാഷാണല്ലേ. ഈ കഥ ഒരു സംഭാഷണം പോലെയാണല്ലേ എഴുതിയിട്ടുള്ളത്. ആദ്യം എന്താണ്? ഈ കഥയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള കുട്ടമ്മാൻ എങ്ങോട്ടോ പോവാണ്. അപ്പം കുട്ടമ്മാനോട് ഒരു സ്ത്രീ വന്ന് ചോദിക്കുകയാണ്, ഒരു പെണ്ണ് വന്ന് ചോദിക്കുകയാണ് കുട്ടമ്മാൻ എങ്ങോട്ടാന്ന്. അപ്പോൾ കുട്ടമ്മാൻ പറയാണ് കൊട്ടാരം കാണാൻ പോവാണെന്ന്. അപ്പോൾ അവർ ചോദിക്കും കണ്ണടയില്ലാണ്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്താ കാണുകയെന്നല്ലേ. അപ്പോൾ ഓടിച്ചെന്ന് എന്ത് ചെയ്യും? മടങ്ങിച്ചെന്ന് കുട്ടമ്മാവൻ കാലില്ലാത്ത കണ്ണട എടുത്ത് മൂക്കത്ത് വെച്ച് വീണ്ടും കൊട്ടാരത്തിലേക്ക് പോകും. അപ്പോൾ വീണ്ടും അവർ ചോദിക്കും കുട്ടമ്മാൻ എങ്ങോട്ടാന്നല്ലേ. അപ്പോൾ കൊട്ടാരം കാണാമെന്ന് പറയുന്ന സമയത്ത് കൊടയില്ലാണ്ട് കൊട്ടാരം നടന്നു കാണാനാവില്ല പറയും. അപ്പോൾ കുട്ടമ്മ ഉടനെ മടങ്ങിച്ചെന്ന് കാല് വളഞ്ഞ കുടയെടുത്ത് നിവർത്തി പിടിച്ച് വീണ്ടും പുറപ്പെടും. പിന്നെയും അവർ ചോദിക്കും കുട്ടമ്മാൻ എങ്ങട്ടാന്നല്ലേ. പിന്നെന്താ പറയുക? കൊട്ടാരത്തിലേക്കാന്ന് പറയുന്ന സമയത്ത് അയ്യോ എൻ്റെ കുട്ടമ്മാനെ, കണ്ണട വെച്ച് കൊട പിടിച്ച് ചെന്നാൽ കൊട്ടാരത്തിൽ കയറ്റുമോ ചോദിക്കുകയാണ്. അപ്പം കുട്ടമ്മാൻ എന്ത് പറയും? എന്തുകൊണ്ടാണ് കയറ്റാത്തതില്ലേ? ഇത് പണ്ടത്തെ കൊട്ടാരമൊന്നുമല്ല, പണ്ടത്തെ കുട്ടമ്മാനും അല്ല. അപ്പോൾ മക്കൾ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ചിത്രത്തിൽ എന്താ കാണുന്നത്? വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക്ക് നിൽക്കുന്നതാണല്ലേ കാണുന്നത്. അതൊരു ഗവൺമെൻറ് LP സ്കൂളാണല്ലേ. ഇങ്ങനെ നമ്മൾ വോട്ട് ചെയ്ത് ജയിക്കുന്നവരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് അല്ലേ. പണ്ട് രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് എല്ലാവർക്കും ഒന്നും രാജാവിനോട് പോയിട്ട് പരാതി ബോധിപ്പിക്കാനൊന്നും കഴിയുമായിരുന്നില്ല അല്ലേ. എല്ലാവർക്കും ഒന്നും കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന നമ്മുടെ പ്രതിനിധികൾ അല്ലേ, നമ്മുടെ മന്ത്രിമാർക്ക് നമുക്ക് എല്ലാ പരാതികളും പറയാനുള്ള അവകാശമുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു കഥയിലൂടെ കണ്ണട വയ്ക്കാനും കുട പിടിക്കാനും ഒക്കെ കഴിവുള്ള ആളാണോ കുട്ടമ്മാൻ? അല്ല അല്ലേ. കാലില്ലാത്ത കണ്ണടയും പിന്നെയോ കാല് വളഞ്ഞ കൊടയും ഒക്കെ ആണല്ലേ കുട്ടമ്മാനുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കുട്ടമ്മാൻ ഒരു ദരിദ്രനാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ, നമ്മൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് എന്ത് നിയമസഭയിലൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നത്. പണ്ട് കാലത്ത് രാജാവിന് എല്ലാവർക്കും കാണാൻ കഴിയില്ലായിരുന്നു, പരാതികൾ ബോധിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ, പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇന്ന് ഒരു പരാതി ബോധിപ്പിക്കണമെങ്കിൽ ആരുടെയും സഹായം ആവശ്യമില്ല എന്നാണ് കുട്ടമ്മാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞു കഥയിൽ എന്താ പറയുന്നത്? രാജഭരണത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് എത്തിയപ്പോഴുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്.
ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം. പാഠഭാഗം വായിക്കൂ. വീട്ടിലുള്ളവർക്കും ടീച്ചർക്കുമെല്ലാം വായിച്ചു കേൾപ്പിക്കൂ. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. ഈ കഥയിൽ നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഈ കഥയിൽ 2 കഥാപാത്രങ്ങളേ ഉള്ളൂ. പ്രായം ചെന്ന കുട്ടമ്മാനും കുട്ടമ്മാനോട് സംസാരിക്കുന്ന പെൺകുട്ടിയും. ഇവർ തമ്മിലുള്ള സംഭാഷണം പോലെയാണ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു കുഞ്ഞു കഥയാണ്. അടുത്ത ചോദ്യം, ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ രാജാവില്ലല്ലോ, പിന്നെ കുട്ടമ്മാൻ കാണാൻ പോകുന്നത് ആരെയായിരിക്കും? താൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധിയെയോ മുഖ്യമന്ത്രിയെയോ കാണാനായിരിക്കും. അടുത്ത ചോദ്യം, എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോണത്, മനസ്സിലായോ? ഇതുകൊണ്ട് കുട്ടമ്മാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധികൾ ഇരിക്കുന്ന നിയമസഭാ മന്ദിരത്തിലേക്കാണ് കുട്ടമ്മാൻ പോകുന്നത്. അതാണ് എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് പോകുന്നതെന്ന് കുട്ടമ്മാൻ പറഞ്ഞത്. അടുത്ത ചോദ്യം, ടീച്ചറോടൊത്ത് സമ്മാനപ്പൊതി എന്ന കളി കളിച്ചുവോ? ഇതിൽ നിന്ന് എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് കണ്ടെത്തിയത്? അപ്പോൾ ഇത് മക്കൾ ക്ലാസ്സിൽ ചെയ്ത് നോക്കേണ്ട പ്രവർത്തനമാണ് കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്നും മക്കൾക്ക് മനസ്സിലായ കാര്യം എഴുതാം. അടുത്തത്, കുട്ടമ്മാൻ്റെ കഥ പാവനാടകമായി അവതരിപ്പിക്കൂ. അപ്പോൾ ഇത് 2 പേരായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ അഭിനയിച്ച് കാണിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത്. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ തന്നെ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റും ഇട്ടിട്ടുണ്ട്. മറ്റ് ക്ലാസ്സുകൾ വേണമെങ്കിലും ഒന്ന് ചാനലിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.